ഹലോ, നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടിനായിട്ട് അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി പുട്ടുപൊടി റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. പുട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയതിന് ശേഷം നമ്മൾ പഴം കൊണ്ടുള്ള പുട്ടാണ്, പഴം പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഴം കൂടി നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴമാണ്. ഈ പഴം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പാനിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. പഴം മുഴുവൻ അരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ പഴം വഴറ്റിയിട്ട് പുട്ടുണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. പഴം വഴന്ന് വരുമ്പം അതിലേക്ക് ഒരു പിടി തേങ്ങ കൂടി ചേർത്ത് ആവശ്യമെങ്കിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് പഞ്ചസാര ചേർത്തിട്ടില്ല. ഇനി നമുക്ക് പുട്ട് ചുട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ തേങ്ങ ഇടുന്നതിന് പകരം നമ്മൾ പഴം തേങ്ങയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുകളിലും കുറച്ചുകൂടി പഴം ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ആവിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് കറിയൊന്നും ആവശ്യമില്ല. നല്ല മധുരമാണ് ഉണ്ടാവുക ഈ പുട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ പുട്ട് ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള പൊടി കൂടി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. ഇത് ബിരിയാണിയുടെ മസാല ബാക്കി വന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടും പുട്ട് ചുടാം. ആദ്യം തന്നെ ബിരിയാണിയുടെ മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുകളിലും കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഈ പുട്ടിനും കറീൻ്റെ ആവശ്യമില്ല. ബിരിയാണിയുടെ മസാല കൂട്ടി പുട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.